സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന എപ്പിസോഡാണ് കേട്ടോ. അതോടുകൂടി നമ്മളുടെ കെവിൻ്റെയും ഇസബല്ലയുടെയൊക്കെ എല്ലാ കള്ളക്കളികളും സിദ്ധാർത്ഥൻ പൊളിച്ചു കൊടുക്കും. എന്തായാലും ഇനി അധിക ദിവസമൊന്നും ഋഷിയുടെ പേരും പറഞ്ഞ് ഈ നന്ദനയും കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം കെവിനും ഇസബല്ലയ്ക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കെവിൻ ഷാരികയെ ഇപ്പോൾ ചാക്കിട്ട് നിർത്തിയിരിക്കുന്നത്. അത് വേറൊന്നിനല്ല, നമ്മളുടെ ദേവികയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അതിനു മുമ്പ് തന്നെ സിദ്ധാർത്ഥനായിട്ട് തന്നെ ഇവരുടെ കള്ളത്തരമൊക്കെ പൊളിച്ചു കൊടുക്കും കേട്ടോ. ഇപ്പം നമ്മളുടെ കെവിനാണെങ്കിൽ ഷാരിയെ കാണാൻ പോയി വന്നതിന് ശേഷം നേരെ പോകുന്നത് ഇസബല്ലയുടെ അടുത്തേക്കാണ്. ഇസബല്ലയുടെ അടുത്ത് എന്നതും ഇസബല്ല ചോദിക്കുന്നുണ്ട്, കെവിൻ നീ എവിടെ പോയതായിരുന്നു? നിനക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞാലോ നീ പോയെ, എവിടെയായിരുന്നു, എന്തായിരുന്നു കാര്യം എന്നൊക്കെ ചോദിക്കുമ്പം അതുമല്ല, നമ്മൾ ഒരു കാര്യം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കണില്ലേ, അത് അധിക ദിവസം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയണം. അന്നേരം ഇസബല്ല ചോദിക്കുന്നുണ്ട്, അതെന്താ നന്ദൻ്റെ കാര്യമാണെന്ന് ചോദിക്കുമ്പം അത് തന്നെ, നന്ദൻ എപ്പോൾ വേണമെങ്കിലും സത്യങ്ങളെല്ലാവരോടും പറയാം, നന്ദനെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ദേവികയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പ്ലാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ബെല്ല ചോദിക്കുന്നുണ്ട്, എന്ത് പ്ലാനാന്ന് ചോദിക്കുമ്പം ദേവികയ്ക്ക് ഒരു അനുജത്തി ഉണ്ട്, ബെല്ല അറിയുമെന്ന് എനിക്കറിയില്ല, ഷാരിക, അവളെ ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അന്നേരം ഈ ബെല്ല ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവളെ പ്രണയിക്കണേന്ന് ചോദിക്കുമ്പം അതല്ലേ ഞാൻ പറഞ്ഞത്, ദേവികയെ നമ്മളുടെ ചൊൽപ്പടിയിൽ നിർത്തണമെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ മാർഗം നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഷാരികയെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നന്ദനെ ഇനി കൂടുതൽ വിശ്വസിക്കാനൊന്നും പറ്റില്ല. നന്ദൻ എപ്പോൾ വേണമെങ്കിലും സത്യങ്ങളെല്ലാം ദേവികയോട് തുറന്നു പറയാം. അങ്ങനെയായ നമ്മളുടെ എല്ലാ പ്ലാനും പൊളിയും. അത് പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. ഷാരികയുടെ പേരിന് എന്തെങ്കിലും ഒരു കളങ്കം സംഭവിക്കുന്ന കാര്യത്തിന് ദേവിക നിൽക്കില്ല. അപ്പോൾ നമുക്ക് ഷാരികയെ വെച്ച് ദേവികയും കൊണ്ട് ഇനി എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാൻ പറ്റും. ആ സമയത്ത് ബെല്ല പറയുന്നുണ്ട്, അത് നിൻ്റെ പ്ലാൻ കറക്റ്റാണ്. എന്തായാലും സ്വന്തം അനുജത്തിയുടെ ജീവിതം വെച്ചൊന്നും ദേവിക കളിക്കാൻ നിൽക്കൂല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഷാരികയാണെങ്കിൽ നേരം വൈകി വീട്ടിലോട്ട് വരുന്നുണ്ട്. ഷാരികയെ കണ്ടതും രാധിക ചോദിക്കുന്നുണ്ട്, നീ ഇത്ര നേരം എവിടെയായിരുന്നടിയെന്ന്. ഷാരികയ്ക്കാണെങ്കിൽ ഈ രാധികയുടെ ചോദ്യം ചെയ്യലാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടണില്ല. അമ്മ എന്താ അങ്ങനെ ചോദിക്കണേ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാമെന്നും പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത്, പിന്നെ ഇങ്ങനെ സംശയാലുക്കളെ പോലെ ചോദിക്കണേ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സംശയമുണ്ട്, നീ പോയത് നിൻ്റെ ആ കാമുകനെ കാണാനല്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം ഷാരിക പറയുന്നുണ്ട്, അതെ, ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം, എനിക്ക് എൻ്റേതായ വ്യക്തിത്വം ഇല്ല, എന്നെ എല്ലാ രീതിയിലും തടഞ്ഞു വയ്ക്കാമെന്നാണ് അമ്മ വിചാരിക്കണേന്ന്. അങ്ങനെ രാധികയ്ക്ക് ദേഷ്യം വന്ന് രാധിക ഈ ഷാരികയെ തല്ലാനായിട്ട് തോന്നുമ്പോൾ മാധവൻ പറയുന്നുണ്ട്, രാധികയെ നീ ഒന്ന് അനങ്ങാതിരി, എന്തായാലും ദേവിമോള് വരട്ടെ, അവളോട് കാര്യങ്ങൾ പറയാം. ഈ മാധവേട്ടന് എന്താ പറ്റിയത്, ഇവള് പോയിട്ട് ഇപ്പോഴാണ് തന്നെ അത് ചോദിക്കണ്ടേന്ന് ചോദിക്കുമ്പം ചോദിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ വെറുതെ വഴക്കുണ്ടാക്കണേന്ന്. അന്നേരം ഷാരിക പറയുന്നുണ്ട്, അച്ഛനെന്തായാലും ബുദ്ധിയും ബോധമുണ്ട്, അമ്മയ്ക്കാണെങ്കിൽ അതില്ല. ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടണേനൊരു പരിധിയില്ലേ, എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ റൂമിൽ ചെന്നിരുന്നിങ്ങനെ ആലോചിക്കുകയാണ്. നന്ദൻ ഫയൽ എടുത്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഞാനിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നന്ദു അമ്മയോട് പറയണത് ഞാൻ വ്യക്തമായി കേട്ടതാണ്, ആ ഫയലിൻ്റെ കാര്യം ദേവിക ചോദിച്ചാൽ അറിയില്ല എന്ന് തന്നെ പറയാവുള്ളൂ, ഞാൻ എടുത്തെന്ന് ഒരിക്കലും അമ്മ പറയരുതെന്ന്. അതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആലോചിക്കുമ്പോൾ ദേവികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഫയൽ എടുത്ത് മാറ്റിയിരിക്കുന്നത് നന്ദൻ തന്നെയാണ്. അങ്ങനെ ദേവിക ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നന്ദൻ വീണ്ടും റൂമിലേക്ക് വരുന്നുണ്ട്. റൂമിൽ വന്ന നന്ദനോട് ദേവിക പറയുന്നുണ്ട്, നന്ദു ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുക, ആ ഫയൽ കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ആ ഫയൽ നന്ദു എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് തന്നെ, ആ ഫയൽ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു. അന്നേരം നന്ദനാണെങ്കിൽ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്, ആ ഫയൽ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ആ ഫയലിനെ കുറിച്ചല്ല അമ്മയോട് സംസാരിച്ചത്, വേറൊരു ഫയലിനെ കുറിച്ചാണ്. എന്തായാലും നന്ദു എന്നോട് കള്ളം പറയണേ, എനിക്ക് ഉറപ്പുണ്ട് ഈ റൂമിൽ നിന്നും ആ ഫയൽ നഷ്ടപ്പെട്ടത് നന്ദുവിൻ്റെ കയ്യിലൂടെ, അതിലെനിക്ക് ഒരു സംശയമില്ല. ആ ഫയൽ എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അത് കേട്ടതും നന്ദൻ പറയുന്നുണ്ട്, നീ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, എന്തായാലും ഞാൻ എടുക്കാത്ത ഫയൽ ഞാൻ എങ്ങനെ തിരിച്ചു തരാനാണ്. അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട്, നാം വരുന്ന സമയത്ത് നന്ദു അമ്മയോട് പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടതാ, ആ ഫയൽ നന്ദുവിൻ്റെ കയ്യിലുണ്ടെന്നും അത് നന്ദു എടുത്തേക്കണേന്ന് എന്നോട് പറയരുതെന്നും, പിന്നെ ഇതിൽ നിന്ന് ഞാൻ എന്താ നന്ദു മനസ്സിലാക്കണ്ടേ, എന്തായാലും ഞാൻ ഈ ഫയൽ കിട്ടാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ പോവുകയാണ്. അത് കേട്ടതും നന്ദന് ഉള്ളിൽ പേടിയാവുന്നുണ്ടെങ്കിലും നന്ദനത് പുറമേ ഒന്നും കാണിക്കണില്ല.
എന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട്, ഞാൻ എടുക്കാത്ത ഫയലിൻ്റെ പേരും പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് എന്തിനാ, എന്തായാലും നീ കേസ് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോ, എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ ആ ഫയൽ എടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നന്ദൻ പോകുന്നുണ്ട്. പിന്നീട് താഴെ വന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മയെ ആകെ പ്രശ്നമാവുമെന്നാണ് തോന്നണേ, ആ ഫയൽ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ദേവി കേസ് കൊടുക്കുമെന്നാണ് പറയണേന്ന് പറയുമ്പം പ്രഭാവതിയും പറയുന്നുണ്ട്, നന്ദ നീ ആ ഫയൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വയ്ക്കുക, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. ആ ഫയൽ നീയാ എടുത്തതെന്ന് സിദ്ധു അറിഞ്ഞിട്ടില്ല, സിദ്ധു വിവരങ്ങാനും അറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കണേന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നീ ആ ഫയൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വയ്ക്കുന്നത്. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, ഇല്ലമ്മേ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഫയൽ തിരിച്ചു വയ്ക്കാൻ പറ്റില്ല, ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വയ്ക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും, പക്ഷേ നമ്മളുടെ അവസ്ഥ മോശം, അതുകൊണ്ട് ആ ഫയൽ തിരിച്ചു വെച്ചേ പറ്റുമെന്ന്. അങ്ങനെ നന്ദൻ പറയുന്നുണ്ട്, ഞാൻ നോക്കട്ടെ അമ്മേ അത് തിരിച്ചു കിട്ടുമെന്ന്. വീണ്ടും നന്ദനാണെങ്കിൽ ഇസബല്ലേനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇസബല്ലയുടെ അടുത്ത് ചെന്നതും ഇസബല്ല എന്താ നന്ദു എന്ന് ചോദിക്കുമ്പോൾ, അതേ ബെല്ല ഒരു പ്രശ്നമുണ്ട്, എന്ത് പ്രശ്നമാടാ, എന്താണെങ്കിലും എന്നോട് പറ, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ദേവി എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചേക്കാം, അവളുടെ തീരുമാനത്തിന് നല്ല ശക്തിയുണ്ട്, എന്തായാലും ആ ഫയൽ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ദേവി പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ സമയം ഇസബല്ല ചോദിക്കുന്നുണ്ട്, നിനക്ക് അവളെ നിയന്ത്രിക്കാൻ പറ്റില്ലേ നന്ദ, അവൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് എന്തിനാ, അതിന് ആ ഫയൽ നീ എടുത്തു എന്ന് അവൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഞാനും അമ്മയും സംസാരിക്കരുത് ദേവി കേട്ടു. അങ്ങനെ ദേവിക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഫയൽ എടുത്തത് ഞാനാണ്, അതുകൊണ്ട് ആ ഫയൽ എനിക്ക് തിരിച്ചു തരണം, അതെനിക്ക് ദേവിയുടെ അടുത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന് പറയുമ്പം പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കാത്ത കാര്യം നന്ദ, എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാലും ആ ഫയൽ നീ തിരിച്ചു തരാൻ പറ്റില്ല, എന്തായാലും ഞാൻ ആ ഫയൽ എടുത്തില്ല എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ ഉറച്ചു നിന്നാൽ മതി. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ ഉറച്ചു നിന്നിട്ടൊന്നും കാര്യമില്ല, ദേവി പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സത്യം പുറത്തു വരും, പിന്നെ എനിക്ക് ദേവിയുടെ മുമ്പിലും അച്ഛൻ്റെ മുമ്പിലും തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല, അതുമാത്രമല്ല ഞാൻ എല്ലാവരുടെയും മുമ്പിൽ തെറ്റുകാരനായി തീരുന്നു. അന്നേരം ബെല്ല ചോദിക്കുന്നുണ്ട്, ആ ഫയൽ നീ തിരിച്ചു മേടിച്ചിട്ടുണ്ടെങ്കിൽ നീ അടുത്ത നിമിഷം ഋഷിയുടെ കൊലക്കേസിന് ജയിലിൽ പോകേണ്ട വരും, അത് വേണോ ഇത് വേണോ എന്ന് നീ തീരുമാനിക്കുക. ഇതിപ്പോൾ ഫയലെടുത്ത് മാറ്റിയതിൻ്റെ പേരിൽ കുറച്ച് നാണക്കേട് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ മറ്റത് കൊലപാതക, അതുകൊണ്ട് നീ ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്, നിന്നെ ആ കേസിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടതാണ്, അതുകൊണ്ട് തന്നെ നീ ആ ഫയലിനോട് തിരിച്ചു ചോദിക്കരുതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും പ്രഭാവതി ഇങ്ങനെ താഴെ നിൽക്കുന്ന സമയത്ത് പ്രഭാവതി ചെന്നിട്ട് ദേവികയോട്, മോള് നന്ദനെ സംശയിക്കരുത്, നന്ദൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം അമ്മ നന്ദുവിനെ ന്യായീകരിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്, ആ ഫയൽ എടുത്തത് മാറ്റിയത് നന്ദു അന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്, അതിന് അമ്മ സപ്പോർട്ട് നിന്നു, എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്യണം, ആദ്യം തന്നെ നിങ്ങൾ ആ പ്ലാന്റിന് അനുമതി കൊടുപ്പിച്ചു, അന്ന് ഞാൻ വിചാരിച്ചു ആ ഒരു കാര്യം കൊണ്ട് തീരുമെന്ന്, പിന്നെ വീണ്ടും നിങ്ങൾ എൻ്റെ ഫയൽ എടുത്ത് മാറ്റി, ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണേ, നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ, പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ പോരെ, അച്ഛൻ പൈസ തരൂലേ, ഇതിപ്പോൾ അതൊന്നുമല്ല, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്, എന്തായാലും കുറച്ച് നാളുകളായിട്ട് ഞാൻ അമ്മേനെയും നന്ദുവിനെയും ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തൊക്കെയോ രഹസ്യങ്ങൾ എന്നിൽ നിന്നും അച്ഛനിൽ നിന്നൊക്കെ മറച്ചു പിടിക്കുന്നുണ്ട്, ആ രഹസ്യങ്ങളുടെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ എൻ്റെ ഫയൽ നഷ്ടപ്പെട്ടേക്കുന്നത്. അത് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട്, മോളെ ഇനി അതിൻ്റെ പേരിൽ കേസും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നന്ദൻ്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് പറയുമ്പം എന്താ അമ്മ ഈ പറയണേ, അമ്മയ്ക്ക് എന്തോ ഒട്ടും ബുദ്ധിയില്ലേ, ഇത് മിനിസ്റ്റർ എന്നെ ഏൽപ്പിച്ച ഫയലാണ്, അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും, മിക്കവാറും ഞാൻ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും, അതിപ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ സ്ഥാനം രാജിവെക്കാനായിരിക്കണേ, എന്നാലും എന്നെ ഏൽപ്പിച്ച ചുമതല നിർവഹിച്ചിട്ട് വേണം എനിക്ക് ആ സ്ഥാനം രാജിവെക്കാൻ, അതുകൊണ്ട് എനിക്ക് ആ ഫയൽ കിട്ടിയേ പറ്റുമെന്ന്. അങ്ങനെ ഇവർ സംസാരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ ദേവികയുടെ സംസാരം കേൾക്കുമ്പോൾ സിദ്ധാർത്ഥന് സ്വാഭാവികമായിട്ടും സംശയം തോന്നുന്നുണ്ട്, ഇനി ആ ഫയൽ കാണാത്തതിൻ്റെ പിന്നിൽ പ്രഭയും നന്ദനും ആണോ എന്ന്. അങ്ങനെ സംശയിച്ച് വന്നിട്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട്, ആ ഫയലിൻ്റെ കാര്യം എന്തായി മോളേന്ന്. അന്നേരം ദേവിക പറയുന്നുണ്ട്, ആ ഫയൽ ഇതുവരെ കിട്ടിയില്ല അച്ഛാ, എന്നാലും ആ ഫയൽ എവിടെ പോയി ആരെടുത്തു കൊണ്ടുപോയി എന്ന് പറയുമ്പം അത് വേറെ ആരും അല്ല അച്ഛാ, ആ ഫയൽ മാറ്റിയത് നന്ദു ആണ്. അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ദേവികയോട് ചോദിക്കുന്നുണ്ട്, മോൾ എന്തൊക്കെയാണ് മോളെ പറയണേ, നന്ദനാണെന്നോ ആ ഫയൽ മാറ്റിയത്, നന്ദൻ എന്തിനാ ആ ഫയൽ, അവൻ അങ്ങനെ ചെയ്തിട്ട് എന്ത് ഗുണം കിട്ടാനാ, അവനൊന്നും ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ അതേ അച്ഛാ നന്ദു തന്നെ ആ ഫയൽ മാറ്റിയേക്കണം, എന്നിട്ട് ആ ഫയൽ അവൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പം അതെനിക്കറിയില്ല, ആ ഫയൽ നന്ദു എടുത്ത് മാറ്റിയത് എന്തിനാണെന്നും അത് ആർക്കാ കൊടുത്തതെന്നും അമ്മയ്ക്കും നന്ദുവിനും മാത്രമേ അറിയുള്ളൂ. അത് കേട്ടത് സിദ്ധാർത്ഥ പ്രഭയെന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. പ്രഭാവതി ആണെങ്കിൽ ഇങ്ങനെ ആകെ പേടിച്ച് വിറച്ച രീതിയിലാണ് നിൽക്കണേ. എന്നിട്ട് എന്താ സിദ്ധു എന്ന് ചോദിക്കുമ്പോൾ നിനക്കറിയോ ആ ഫയൽ ആർക്കാ കൊടുത്തേക്കണേന്ന് ചോദിക്കുമ്പം അറിയില്ല സിദ്ധു, പിന്നെ മോളെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല,
പ്രഭേ നീ നുണ പറയരുത്, നിൻ്റെ മുഖം കണ്ട അറിയാൻ നുണയാ പറയണേന്ന്. നന്ദന ഫയലെടുത്ത് മാറ്റിയെന്ന് നിനക്കറിയാം, ഇനി സത്യം പറഞ്ഞോ ആ ഫയൽ നന്ദന ആർക്കാ കൊടുത്തതെന്ന്. അത് കേട്ടതും പ്രഭാവതിയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവസ്ഥയിൽ നിന്നിട്ട് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, സിദ്ധു ഞാൻ പറയണത് ഒന്ന് ക്ഷമയോടുകൂടി കേൾക്കണം, ആ ഫയൽ നന്ദൻ ഇസബല്ലയ്ക്കാണ് കൊടുത്തതെന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, തനിക്ക് അറിയുമായിരുന്നു ആ ഫയൽ ഇസബല്ലയ്ക്ക് കൊടുത്ത കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സിദ്ധു, ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു, എന്നോട് ഇന്ന് അവനത് തുറന്നു പറഞ്ഞത്. എന്തായാലും ഇനിയിപ്പോൾ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല സിദ്ധു. അന്നേരം ഈ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്ത് ചെയ്താലും വേണ്ടില്ല ആ ഫയൽ 24 മണിക്കൂറിനുള്ളിൽ തിരിച്ച് ദേവികയുടെ കയ്യിലെത്തണം, ഇല്ലെങ്കിൽ പിന്നെ താനോ നന്ദനോ ഈ വീട്ടിലുണ്ടാവില്ല എന്ന്. അത് കേട്ടതും പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.